2026 ഈ അതിശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു ജില്ലയാണ് കൊല്ലം. മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മത്സരം തന്നെ ആയിരിക്കും. അതിശക്തമായ മത്സരം നടക്കുന്ന ചില ജില്ലകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരവും ആലപ്പുഴ, തൃശ്ശൂർ ഏറ്റവും പ്രധാനമായും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ജില്ലകളായിരിക്കും. കാരണം BJP ആ 3 ജില്ലകളിലാണ് വലിയ നോട്ടം എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു 4 സീറ്റ്, അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു 3 സീറ്റ്, തൃശ്ശൂരിൽ ഒരു 4 സീറ്റ് എന്നുള്ളതാണ് കണക്ക്. അതുകൂടാതെ മറ്റു പല ജില്ലകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ വലിയ മുന്നേറ്റം കുറിച്ചിട്ടുള്ള ഇടമാണ്. കാസർഗോഡായാലും കൊല്ലം ജില്ലയിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ BJP ഉന്നം വെച്ചിരിക്കുന്നത് 1-2 മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാണ് ചാത്തന്നൂര്, രണ്ടാമത്തത് ചടയമംഗലവുമാണ്. ചാത്തന്നൂരിൽ BJP 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ 2021 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത്. അത് 1ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചാത്തന്നൂർ BJPക്ക് നിയമസഭയിൽ എത്തിക്കാമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അതുപോലെ തന്നെയാണ് ചടയമംഗലത്ത്. CPIയുടെ മണ്ഡലമാണ്. BJPക്ക് ഏതാണ്ടൊരു 25,000 വോട്ട് വരെ പിടിച്ചിട്ടുള്ള മണ്ഡലമാണ്. നിർണായകമാണ് BJP അവിടെ. അതുകൊണ്ട് ഒരു അത്യധ്വാനം തന്നെ അവർക്ക് അവിടെ വേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിലും അത് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഈ കണക്കുകളിലൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു ഏകദേശ ചിത്രവും കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഈ 2 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ നോട്ടം ഇടുന്നുണ്ട്. ഈ CPIയുടെ മണ്ഡലങ്ങൾ പലപ്പോഴും CPMകാരങ്ങ് ഉപേക്ഷിച്ചു പോവുകയും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. നമുക്കറിയാം CPIയുടെ പാർലമെന്റ് സീറ്റ് തന്നെ നോക്കെ, അവിടങ്ങളിലൊക്കെ അല്ലേ BJP കയറിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPIയുടെ മണ്ഡലമാണ്, തൃശ്ശൂരില് ഒക്കെ തന്നെ. തൃശ്ശൂരിൽ നിന്ന് തന്നെയല്ലേ BJP പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. CPIക്കാണ് അവിടെ ഉണ്ടായ നഷ്ടം. അപ്പൊ CPI ആണ് പലപ്പോഴും ഇവർ ബലി കൊടുക്കാറുള്ളതെന്നാണ്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ഈ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും എപ്പോഴും അവരായിരിക്കും തീർച്ചപ്പെടുത്തുന്നത് ഭരണം ആരിലേക്ക് പോകണം എന്നുള്ളത്. ഇപ്പൊ 2016 21 നമ്മൾ നോക്കുമ്പോൾ കൊല്ലത്തും തിരുവനന്തപുരം ജില്ലയിലും ആധിപത്യം LDFന് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 13 LDF ആണ്. ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് ഉള്ളത്, കോവളം മണ്ഡലത്തിൽ M വിൻസെന്റ്. കൊല്ലത്താണെന്നുണ്ടെങ്കിൽ 11 മണ്ഡലങ്ങൾ ഉള്ളതിൽ 9 ഇടങ്ങളിലും LDF, 2 മാത്രമാണ് UDF ഉള്ളത്. അത് കരുനാഗപ്പള്ളിയിലും മറ്റൊന്ന് കുണ്ടറയിലുമാണ്. ഈ കരുനാഗപ്പള്ളി മണ്ഡലം 2021 ഒരു അത്യധ്വാനം നടത്തി കോൺഗ്രസ് നേടിയെടുത്ത മണ്ഡലമാണ്. കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, അവിടുന്ന് വിജയിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി CR മഹേഷിന്റെ ഒരു അധ്വാനം കൊണ്ടാണത് നേടിയിരിക്കുന്നത്. കാരണം 16 പരാജയപ്പെട്ടിട്ടും മഹേഷ് അവിടെ മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു മണ്ഡലത്തെ എങ്ങനെ സംരക്ഷിക്കണം, ജനങ്ങളുമായി എത്രത്തോളം അടുത്തിടപഴകണം, സംവദിക്കണം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് കോൺഗ്രസ്സുകാര് ഈ CR മഹേഷിനെ മാതൃകയാക്കാവുന്നതാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ BJPയിൽ സുരേഷ് ഗോപിയെ മാതൃകയാക്കണം, മണ്ഡലത്തിൽ തങ്ങി കാര്യങ്ങൾ എങ്ങനെ മൂവ് ചെയ്യിക്കുന്നു എന്നുള്ളത് അറിയാൻ. അതുപോലെയാണ് CR മഹേഷും. അതുകൊണ്ട് കരുനാഗപ്പള്ളി എന്തായാലും UDFന് ഉറച്ച സീറ്റായി മാറിയിട്ടുണ്ട് 2026. അതുപോലെ തന്നെയാണ് UDFന് കൊല്ലത്ത്
ഇപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയും കുണ്ടറയുമാണ്. ഈ 2 സീറ്റ് എന്തായാലും ഉറപ്പിച്ച് തന്നെ പോകാം. കുണ്ടറയിൽ PC വിഷ്ണുനാഥാണ് 2021 മത്സരിച്ചത്. ചെങ്ങന്നൂരിൽ നിന്നാണ് PC എത്തിയത്. PC ഒരു തവണ ചെങ്ങന്നൂരിൽ ജയിച്ചു, ഒരു തവണ പരാജയപ്പെട്ടു. കാരണം അത് PC തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. PCയെ മണ്ഡലത്തിൽ കിട്ടാനില്ല എന്ന് വ്യാപകമായ പരാതി ഉണ്ടായി. അങ്ങനെ ഒരു തവണ തോറ്റു. LDF തരംഗം ഉണ്ടായ സമയത്ത് പോലും കുണ്ടറയിൽ മേഴ്സിക്കുട്ടിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ പെട്ടുപോയി. അതില് PC വിഷ്ണുനാഥ് വിജയിച്ചു വരികയും ചെയ്തു. അങ്ങനെ കുണ്ടറ UDF കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. അത് തുടരും. അതുകൊണ്ട് PC വിഷ്ണുനാഥിനെ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. കുണ്ടറയിൽ കോൺഗ്രസിലെ മറ്റാർക്കെങ്കിലും കൊടുത്തുകൊണ്ട്. കാരണം കൊല്ലത്ത് വിജയിച്ചെടുക്കാൻ എളുപ്പമാണ് കോൺഗ്രസിന്. 2021 അത് ഉണ്ടാകേണ്ടതാണ്. കോൺഗ്രസിനകത്തെ തമ്മിൽ പോര് കാരണം, പാലം വലിയും പാരവെപ്പും കാരണം അത് കിട്ടാതെ പോയി. കാരണം കൊല്ലം നിയമസഭാ മണ്ഡലം തകർത്തിട്ടിരിക്കുകയാണ് മുകേഷ് MLA. CPMന്റെ തന്നെ അടിവേരറുത്തിട്ടിരിക്കുകയാണ്. 2016-ലും 2021-ലും കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചു. എന്ത് പ്രയോജനം? ആർക്കും പ്രയോജനമില്ല. ഒരു MLA അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലതാനും. MLA മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതനായി നടക്കുകയാണ്. ജനങ്ങളുമായിട്ട് വളരെ മോശമായ രീതിയിലുള്ള സംസാരവും മറ്റു കാര്യങ്ങളുമാണ്. ഇതൊക്കെ കൊല്ലത്ത് CPMന് തന്നെ അടിത്തറ ഇളകി എന്നുള്ളതാണ്. ചിന്തോ ജെറോമിനെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. പക്ഷെ അത് എന്തായാലും എതിർ പാർട്ടികൾക്ക് വിജയം വളരെ നേരത്തെ തന്നെ ഉറപ്പിക്കാവുന്ന കാര്യവുമാണ്. അപ്പോൾ PC വിഷ്ണുനാഥിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. കുണ്ടറയും നിലനിൽക്കും. അതുപോലെ തന്നെ ഇവർക്ക് LDFിൽ നിന്ന് പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളാണ് ചവറ. RSPയുടെ ഘടകകക്ഷിയായ RSP ആണ്. RSPക്ക് ഇപ്പം 4-5 സീറ്റുകളാണ് UDF കൊടുക്കാറുള്ളത്. അതിൽ 2 സീറ്റ് കൊല്ലം ഭാഗത്തും കൊടുക്കും. പിന്നെ 2-3 കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളോ കൊടുക്കും. അവിടെ കൊടുത്തിട്ട് കാര്യമില്ല. RSPയുടെ തട്ടകം എന്ന് പറയുന്നത് കൊല്ലമാണ്. നമ്മൾ പറയും ചവറ മുതൽ ചവറ വരെ എന്ന്. ചവറയും കൊല്ലവും ഇരവിപുരവും ഒക്കെ അവർക്ക് കൊടുക്കൂ, അവർ വിജയിക്കും. ഇത്തവണ കൊല്ലത്ത് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ഈ വടക്കോട്ടുള്ളത് ഒഴിവാക്കിയിട്ട് കൊല്ലം കൂടി ചോദിക്കുന്നുണ്ട്. കൊല്ലം കൂടിയല്ല, വടക്കുള്ള ഒരു മണ്ഡലം മാറ്റിയിട്ട് കൊല്ലം ചോദിക്കുകയാണ്. സാധ്യതയുണ്ട്. കാരണം NK പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അത് UDFന് മൊത്തത്തിലെ അത് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങൾ പോലും UDFിലേക്ക് വരുന്നത് തന്നെയാണ്. അത് പ്രേമചന്ദ്രൻ ഒരാളുടെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. NK പ്രേമചന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുകയാണ് NK പ്രേമചന്ദ്രൻ. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട്. എന്തായാലും ഷിബു ബേബി ജോൺ ഒന്നുകിൽ കൊല്ലം, അല്ലെന്നുണ്ടെങ്കിൽ ചവറ. ചവറയിൽ 2021 വിജയൻ പിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയാണ് വിജയിച്ചു വന്നത്. വിജയൻ പിള്ള 2016 മത്സരിച്ച് വിജയിച്ചു, ഇടത് സ്വതന്ത്രനായിട്ട്. വിജയൻ പിള്ളയുടെ ഭരണത്തെ തുടർന്നാണ് സുജിത് വിജയൻ പിള്ള ഇറങ്ങുന്നത്. 21 വിജയിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം ഇല്ല, 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്തായാലും ഷിബു ബേബി ജോണ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. UDFും വിജയിച്ചു വന്നാൽ ഷിബു ബേബി ജോൺ മന്ത്രിയുമാകും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നു, തൊഴിൽ വകുപ്പ്. അതുപോലെ തന്നെ ഇവർക്ക് പിടിച്ചെടുക്കാവുന്ന മറ്റൊരു മണ്ഡലമാണ് കുന്നത്തുനാട്. അവിടെ കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോന് LDFിലെ ഘടകകക്ഷിയല്ല, LDFിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിസ്ഥാനമൊക്കെ പ്രതീക്ഷിച്ചതാണ്, ഒന്നും കിട്ടാതെ അതൃപ്തനായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ജനപ്രീതി കുറഞ്ഞിട്ടുമുണ്ട്, പിന്നെ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. നിഷ്പ്രയാസം UDFിന് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്നാണ് കൊട്ടാരക്കര മണ്ഡലം. കൊട്ടാരക്കരയിൽ നമുക്കറിയാം, കൊട്ടാരക്കര എന്ന് കേട്ട് കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള എന്ന് കേട്ടാൽ കൊട്ടാരക്കര, ഇങ്ങനെയാണ്. അത് മാറിപ്പോയി. ഐഷ പോറ്റിയെ ഇറക്കി കൊട്ടാരക്കര CPM പിടിച്ചെടുത്തു. പിന്നീട് ഏറ്റവും അവസാനം 2021 ബാലഗോപാലാണ് അവിടെ മത്സരിച്ചത്.
10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷെ ഐഷ പോറ്റിയും CPM-ഉം തമ്മിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. ഐഷ പോറ്റി UDF-ലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഐഷ പോറ്റിയെ UDF സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ നിർത്തിക്കഴിഞ്ഞാൽ CPM-ന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, പിന്നെ ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയിലുള്ള ജനപ്രീതി, ഇതെല്ലാം വിജയസാധ്യത ഉറപ്പിക്കുന്ന ഇടമാണ്. കൊല്ലത്ത് എന്തായാലും അത് UDF-ന് വിജയിക്കാൻ കഴിയുന്നതാണ്. UDF-ലെ ആരെ നിർത്തിയാൽ പോലും, ബിന്ദു കൃഷ്ണ ആയാൽ പോലും വിജയിച്ചെടുക്കാവുന്ന മണ്ഡലമാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ പത്തനാപുരം LDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ UDF അല്പം പ്രയാസപ്പെടും. കാരണം LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയുടെ സീറ്റാണത്. ഗണേഷ് കുമാറാണ് അവിടുത്തെ MLA. കഴിഞ്ഞ 5 തവണയായിട്ട് MLA ആണ്. അങ്ങനെ കേരളത്തിൽ അപൂർവം പേരേ ഉള്ളൂ ഈ 5 തവണയൊക്കെ MLA ആയി വന്നിട്ടുള്ളത്. മുമ്പ് റാന്നി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന രാജു അബ്രഹാമാണ്. രാജു അബ്രഹാം 5 തവണ വിജയിച്ചു വന്നിട്ടും മന്ത്രിസ്ഥാനം പോലും കൊടുത്തില്ല പിണറായി വിജയൻ. ഓർക്കണം, VS പക്ഷക്കാരനാണ്. ഒടുവിൽ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആക്കി അദ്ദേഹത്തെ. ഇപ്പോൾ ആ സീറ്റ് LDF കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തിരിക്കുകയാണ്. പ്രമോദ് നാരായണനാണ് അവിടുന്ന് വിജയിച്ചിരിക്കുന്നത്. അത് 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അത് ചിലപ്പോൾ UDF-ലേക്ക് പോകാനും സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട ജില്ലയാണ്. വരട്ടെ. അപ്പോൾ പത്തനാപുരത്ത് ഗണേഷ് കുമാറിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. കാരണം മണ്ഡലത്തെ ഇത്രത്തോളം സംരക്ഷിക്കുന്ന വേറൊരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഗണേഷ് കുമാർ സിനിമാക്കാരനല്ലേ എന്ന് ചോദിക്കും. ആ സിനിമാക്കാരൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞു. സിനിമാ ലോകവുമായിട്ട് ബന്ധമുണ്ട്, അത് വേറെ കാര്യം. മുകേഷ് അതല്ലല്ലോ. മുകേഷ് ഈ MLA സ്ഥാനം എന്നുള്ള ഒരു സൈഡ് ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ നോക്കിയതാണ്. അത് പാർട്ടിക്ക് ക്ഷീണമാക്കി. ആ ക്ഷീണം ഉണ്ടായിട്ട് പോലുമാണ് 2024 എന്തുകൊണ്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിച്ചത് എന്ന് ചോദിക്കാം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. NK പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിക്കാൻ CPM-ൽ വേറെ ആരുമില്ല. അതിന് ഇക്വലന്റ് ആയിട്ട് ആരുമില്ല. അതുകൊണ്ട് എന്താ, ആരെയെങ്കിലും മത്സരിപ്പിക്കണ്ടേ? അതുകൊണ്ട് ഈ മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെ പിടിച്ച് ചാവേറാക്കി. അതാ മുകേഷ് അറിയുന്നില്ല താൻ ചാവേറാണോ, കൊല്ലാനാണോ കൊണ്ടുപോകുന്നത്, വളർത്താനാണോ കൊണ്ടുപോകുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചാടിക്കളിയട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുന്ന ആളാണ് മുകേഷ്, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പത്തനാപുരം എന്ന് പറയുന്നത് ഒരിക്കലും അത് ഗണേഷ് അവിടെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മന്ത്രിയാണെങ്കിൽ പോലും ആഴ്ചയിൽ 2 ദിവസം മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടവിടെ ഉണ്ട്. MLA ആയിരുന്ന സമയത്ത് നിയമസഭ ഇല്ലാത്ത വേളകളിലൊക്കെ തന്നെ മണ്ഡലത്തിൽ മുഴുകി നിൽക്കുകയാണ്. മണ്ഡലത്തെ ഇത്രത്തോളം കൈക്കുമ്പിളിലാക്കിയ വേറൊരു MLA ഉണ്ടോ എന്ന് സംശയമാണ്. അത് ഇനിയിപ്പോ ഗണേഷ് കുമാർ ഇനി LDF-ലായാലും UDF-ലായാലും ഇനി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ പോലും ഗണേഷ് കുമാർ വിജയിക്കും. അത്ര ജനപിന്തുണയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് വേറൊരാൾക്ക് മാത്രമാണ്, PC ജോർജിന്. PC ജോർജ് 2016 പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയി, ഒരുത്തരുടെയും പിന്തുണയില്ലാതെ. അതുപോലെ ഗണേഷ് കുമാറിനും സാധിക്കും. അങ്ങനെ പത്തനാപുരവും LDF-ന്റെ കയ്യിൽ നിന്ന് UDF-ന് പിടിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുപോലെ പുനലൂരും ഒരുപക്ഷെ അവിടെ അല്പം LDF-ൽ നിന്ന് UDF-ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അപ്പൊ UDF-ന് കൊല്ലം ജില്ലയിൽ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. BJP എന്തായാലും ഒരു സീറ്റ് കൊല്ലം ജില്ലയിൽ ഉറപ്പാണ്.